ഡോക്ടർ മോഹൻ വർഗീസ് സ്വാഗതം. ഈ CAG നൽകിയ കണക്ക് അത് അങ്ങ് ആ കണക്ക് ഇപ്പോൾ ആ വാർത്ത കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. CAG ഇപ്പോൾ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലാണ് എന്നുള്ള കണക്കാണ്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷകരാണ്. എല്ലാ ലാഭത്തിൽ കൊണ്ടുവരുന്ന വലിയ വ്യവസായ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് അല്ലെങ്കിൽ വിൽക്കാൻ ഒരുങ്ങുന്ന സ്ഥാപനങ്ങൾ പോലും ഞങ്ങൾ വാങ്ങി അതെല്ലാം ഗംഭീരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരാണ് എന്നൊക്കെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും CAG റിപ്പോർട്ടിൽ പറയുന്നു 131-ൽ 77 എണ്ണവും നഷ്ടം. KSRTC ആകട്ടെ അത് നഷ്ടങ്ങളുടെ മേൽ നഷ്ടം ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം. അതാവട്ടെ കണക്ക് പോലും നൽകുന്നില്ല. എങ്ങനെ കാണുന്നു CAG റിപ്പോർട്ടിനെ ഡോക്ടർ മോഹൻ വർഗീസ്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ ഭരണകൂടത്തിൽ സംഭവിച്ചിരിക്കുന്ന അനിവാര്യമായ ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യയശാസ്ത്രപരമായി ഇടതുപക്ഷ ഐഡിയോളജിയോടൊപ്പം നിൽക്കേണ്ട ഒരു സംവിധാനമാണ്. അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ലാഭകരമായി നടത്തുക എന്നത് യഥാർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പൊതുവെ ആ ഒരു നിലപാടാണ് ഗവൺമെന്റ് ഓഫ് കേരള എടുത്തിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തിന്റെ മുഖമെന്ന് പറയുന്നത് വളരെ വികൃതമാണ്. 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 നഷ്ടമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കെടുകാര്യസ്ഥത മൂർധന്യത്തിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് പുനരുദ്ധരിക്കാനുള്ള കർമ്മ പദ്ധതികൾ ഇല്ലാതെ തീർച്ചയായും ആ ഒരു പ്രത്യയശാസ്ത്രം മാത്രം ഒരു സെയിലബിൾ പോയിന്റായി വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പൊള്ളത്തരമാണ് ഇപ്പോൾ അത് വെളിവായിരിക്കുന്നത്. അതുകൊണ്ടാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് നാഷണൽ ഫിനാൻസിന്റെ വാച്ച് ഡോഗ് ആണ്. എവിടെയാണ് ഗവൺമെന്റ് അനുവദനീയമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ അനാരോഗ്യപരമായ രീതിയിലെ ചെലവുകൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പൊതുഖജനാവിൽ നിന്നും പണം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ എത്രത്തോളം ബാധ്യതയാകുന്നു ജനങ്ങൾക്ക്, ഇതെല്ലാം കണ്ടെത്തുന്ന സമിതിയാണല്ലോ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG റിപ്പോർട്ട് നിയമസഭയിൽ ടേബിൾ ചെയ്യുമ്പോൾ വരുന്ന കണക്കുകൾ എന്ന് പറയുന്നത് പൊതുവെ നാട്ടുകാരോട് പറയുന്ന, ജനങ്ങളോട് സംവദിക്കുന്ന ആ കണക്കുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് തീർച്ചയായും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ക്ലൈമറ്റ് ഇവിടെ ഉണ്ടാകണം, സ്വകാര്യ മൂലധനം ഇവിടെ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ആ നയവ്യതിയാനത്തോടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണിത്. ഇപ്പോൾ പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് വലിയ തോതിലുള്ള ഷിഫ്റ്റ് ഇവിടെ ആവശ്യമാണ് എന്ന ഒരു ബോധം ഒരുപക്ഷെ ഗവൺമെന്റിന് ഉണ്ടായി. അതുകൊണ്ടാണ് പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ, കേരളത്തിലെ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ ഒരു നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പുതിയ ഒരു ദിശാബോധത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്, യാഥാർത്ഥ്യബോധമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു വശത്ത് അത് സംഭവിക്കുമ്പോൾ മറുവശത്ത് കൈവശമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥത അത് ഭീതിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് യഥാർത്ഥ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ധവളപത്രം സർക്കാർ പുറത്തിറക്കേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നുമുണ്ട്. അതെ, അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടി ഡോക്ടർ മോഹൻ വർഗീസ്, ഈ KSRTC കണക്ക് നൽകുന്നതേ ഇല്ല. അത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ അവർക്ക് നൽകാനുള്ളൂ, മറ്റൊന്നും നൽകാനില്ല. പക്ഷേ CAG പറയുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്, നഷ്ടമായാലും ലാഭമായാലും കണക്കുകൾ സമർപ്പിക്കണമല്ലോ. പക്ഷേ KSRTC കുറേ കാലങ്ങളായി അതിൻ്റെ കണക്ക് പോലും സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ മോഹൻ വർഗീസ്. എന്നത് ഒരു പൊതുമേഖലാ സംരംഭത്തിന്റെ, അത് കമ്പനി ആയിക്കൊള്ളട്ടെ, പൊതുമേഖലാ കോർപ്പറേഷൻ ആയിക്കൊള്ളട്ടെ, അത് ഏറ്റവും ആവശ്യമായ കാര്യമെന്ന് പറയുന്നത് പൊതുമേഖലയാണ്. ഖജനാവിൽ നിന്നും ഒരു പണം, ഒരു നയ പൈസയെങ്കിലും ചെലവഴിക്കുന്നുവെങ്കിൽ പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റിയെ മറികടക്കാൻ വേണ്ടിയാണ് ഈ കണക്കുകൾ മറച്ചു വെക്കുന്നത്. ഈ കണക്കുകൾ അത്ര സുഖകരമായ ഒരു കാര്യമല്ല. നഷ്ടത്തിന്റെ കണക്കുകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ വിമർശനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ചെയ്യുന്ന ഒരു ചൊടുക്ക് പണി മാത്രമാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കാതിരിക്കുക. ഇത് ഇംഗ്ലീഷിൽ പറയുന്ന പുഷിംഗ് തിങ്സ് അണ്ടർ ദ കാർപ്പറ്റ്. ഒരു കാർപ്പറ്റിനടിയിലേക്ക് മാലിന്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭദ്രം,
ഇവിടെ എല്ലാം ഭദ്രം. KSRTC പൊതുവെ എല്ലാം ഭദ്രം. ബസ്സുകൾ ഓടുന്നത് കാണുന്നുണ്ട്, കണ്ടക്ടർമാരും ഡ്രൈവർമാരെ ആളുകൾ കാണുന്നുണ്ട്, യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ ഇവിടെ എല്ലാം ഭദ്രം എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിന്റെ ഒരു രംഗമാണ് കാണുന്നത്. പക്ഷെ പ്രതീതി കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒരു ഭരണകൂടത്തിന് ഈ പ്രതീതി ജനിപ്പിച്ച് മാത്രം കുറെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാത്രം എക്കാലത്തും മുന്നോട്ട് പോകാനാവില്ല എന്നതാണ് ഈ KSRTCയുടെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കാണുന്നത്. ഇതുകൊണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ അന്വേഷണമാണ് അവിടെ ആവശ്യം. തീർച്ചയായും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഉള്ളപ്പോഴാണ് KSRTC ഇതിൻ്റെ കണക്കുകൾ സമർപ്പിക്കുന്നത് ഇല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുന്നത് പൊതുവെ ആശ്വാസകരമായ കാര്യമല്ല. അത് സംസ്ഥാനത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മോശമായി ബാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഡോക്ടർ മോഹൻ വർഗീസ് പങ്കുവച്ചത്.